പരമേശ്വരൻ മാറുന്ന സ്ഥലത്ത് വരും. അതാ പരമേശ്വരന്റെ തീരുമാനം. അതെങ്ങനെയാ? വിദേശത്തേക്ക് ഇനി പോകണ്ടെന്ന് ഇത്രയും നാളും നമ്മളൊക്കെ അവനോട് പറഞ്ഞതല്ലേ? അവൻ കേട്ടോ? വരുൺ ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ കുറച്ചു ദിവസം വരുൺ നിന്നു. അത് കഴിഞ്ഞ് അവൻ ഇവിടുന്ന് പോവും. ഇക്കാര്യത്തില് നമ്മൾ എല്ലാവരും ചേർന്ന് അവനെ നിർബന്ധിക്കണം. അല്ലെങ്കിൽ തന്നെ എല്ലാവരും വിട്ട് ദൂരെ ചെന്ന് നിന്നിട്ട് എന്തിനാ? ഉള്ള കാലം പരസ്പരം മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാലോ. ഏട്ടത്തി അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഇപ്പൊ വരുൺ കാണുന്ന ലോകമൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവിടുത്തെ രീതികളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ പറന്നു നടക്കട്ടെ, എന്നിട്ട് സ്വയം തോന്നുമ്പോ അവര് തന്നെ തീരുമാനം എടുക്കട്ടെ. ഏയ് വരുണ്ണെ നിർബന്ധിക്കണ്ട, അത് വരുണ്ണ വിഷമാവുന്നേ. അപ്പൊ പിന്നെ എന്തിനാ അത് ചെയ്യുന്നേ? എന്നാ നമുക്ക് അവനോട് തന്നെ അഭിപ്രായം ചോദിക്കാം. അവൻ പറയട്ടെ. എന്നാ അവനെ ഒന്ന് വിളിക്ക. ആളെത്തിയല്ലോ. എടാ വരുണേ, ഇവിടെ എന്താ പ്ലാൻ എന്ന് അറിയാവോ? നിന്നെ ഈ നാട്ടില് പിടിച്ചു നിർത്താനാ. നീ തിരിച്ചു പോകണ്ടാന്ന്. ഞാൻ കേട്ടു ഏട്ടത്തി. കുറച്ചു നേരം കൊണ്ട് ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എളുപ്പമായല്ലോ. ഇനി നിന്റെ തീരുമാനം പറ. അതോ നിനക്ക് ആലോചിക്കാൻ സമയം വേണോ? ഏയ് വേണ്ട. സത്യം പറഞ്ഞ നാട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ നാട്ടിലേക്കുള്ള നമ്മുടെ ഒരു മാറ്റം ഉണ്ടല്ലോ, എനിക്കതൊരു പുതിയ അനുഭവമാണ്. നല്ല നാട്. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്തിയ നാട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മടക്കയാത്ര വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇപ്പോ നീ അച്ഛനെയും മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാനൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോ ഈ തീരുമാനമൊക്കെ വരുൺ മാറ്റും. ഇല്ല ഏട്ടത്തി, ഇത് ഞാൻ എൻ്റെ കുടുംബത്തിനോട് പറയുന്ന വാക്കല്ലേ. ഇത് ഞാൻ മാറ്റില്ല. ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. അച്ഛന് സന്തോഷമായില്ലേ? ഇതിൽ കൂടുതൽ സന്തോഷമുള്ള എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത്? എടാ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഒരുപാട് മരുന്നുകൾ തരുന്നുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ടാ ഞാനത് കഴിക്കുന്നത്. പിന്നെ നീ സ്ഥിരമായിട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ നിന്റെ തോളി പിടിച്ച് ഞാനൊന്ന് നിവർന്നു നിന്നു വരും. നമുക്ക് നോക്കാം ഏട്ടാ. ഇനി എല്ലാ കാര്യത്തിനും ഞാനുണ്ടാവും. പോരെ? ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ നിൽക്കുന്നു. എനിക്കും വല്യച്ഛൻ പറഞ്ഞെന്താ, അച്ഛനോടും മോനോടും ഇപ്പൊ ചെയ്യുന്ന ജോലി എന്നെ തുറന്നോളാൻ എന്ന് വെച്ചാ കൂലിപ്പണി ചെയ്തോളാൻ. എന്തിനു പതുക്കെ ആക്കണം? ഒരു പെണ്ണ് വന്ന് തലയിൽ കയറിയപ്പോ അവന് വന്ന മാറ്റം കണ്ടില്ലേ? ഇപ്പൊ നാട് ഇഷ്ടമായി, നാട്ടുകാരെ ഇഷ്ടമായി. കല്യാണം കഴിഞ്ഞാലേ കോണിമംഗലത്തെ ബിസിനസ് മുഴുവൻ നോക്കി നടത്തുന്നത് ഇത്തിരിയില്ലാത്ത ചെക്കനായിരിക്കും. അമ്മേ, അവൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? ബിസിനസിനെ കുറിച്ച് അവൻ എന്തറിയാനാ? അവനെ കോണിമംഗലത്തെ പരമേശ്വരന്റെ മകനാ. ആ ചോര മതി അവനിതൊക്കെ പഠിക്കാനും നടത്താനും. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് നമ്മൾ കരുതുന്നത് ചിലപ്പോൾ വെറും സ്വപ്നം മാത്രമായേക്കും. എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാല് എന്നേക്കുമായി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. എവിടേക്കാ, എന്തുണ്ടായിട്ടാ? ഇതിനു മുമ്പ് ഇത്തരം ഭീഷണി ഉണ്ടായിട്ടില്ലേ? സൂര്യയുടെ കാര്യത്തില് അന്ന് എന്താ ചെയ്തേ? സൂര്യയും കൽപ്പനയും ഹണിമൂൺ ട്രിപ്പിന് പോയപ്പോ അവരുടെ പുറകെ ആള് വിടാൻ കാണിച്ച ആ ബുദ്ധിയുണ്ടല്ലോ, കൊക്കയുടെ മറവിൽ നിന്ന് അവന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് അവൻ
അവനെ വീഴ്ത്താൻ കാണിച്ച ബോധമുണ്ടല്ലോ. അതെന്താ ഇളയവന്റെ കാര്യത്തിൽ നടക്കില്ലേ? അതല്ല, സംശയിച്ച് നിൽക്കാനാണ് ഉദ്ദേശമെങ്കില് ചെറുക്കൻ ബിസിനസ്സും കൊണ്ടങ്ങ് പോവും. ഏട്ടന് പ്രാണൻ ബാക്കിയായി. അനുജൻ അതും വേണ്ടെന്നങ്ങ് തീരുമാനിച്ചാ മതി. അച്ഛാ, തീരുമാനം പറ. ഇനി ആലോചിക്കാനൊന്നുമില്ല. വിവാഹത്തിന് ശേഷമാണല്ലോ അവൻ ബിസിനസ് ഏറ്റെടുക്കുന്നത്. അപ്പൊ പിന്നെ ചെയ്യാനുള്ളത് വിവാഹത്തിന് മുൻപേ ചെയ്യണം. ഒരു കൂട്ട നിലവിളിയുടെ ശബ്ദം എന്റെ കാതിലിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ അത് യാഥാർത്ഥ്യമാവണം. ഉം. എന്താ? ഒന്നുമില്ല. അതല്ല, എന്തോ എനിക്ക് പറയാനുണ്ട്. പക്ഷെ വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ശല്യപ്പെടുത്താനും പാടില്ല. പ്രിയങ്ക മോളുടെ അഭിപ്രായം എന്തായിരിക്കുമെന്നാ എന്റെ ഭയം. അവള് വിവാഹം വേണ്ടാന്നുള്ള വാശിയിൽ തന്നെ ഉറച്ചു നിന്നാല് അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു പോയില്ലേ? വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടത്തണം. പിന്നെ ഭാവിയെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ കുട്ടികൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തുനിന്ന് വരും. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തും ഉപദേശിച്ചും ശാസിച്ചും തിരുത്തുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ചുമതലയാണ്. രാധിക മോളുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ആ പേടിയില്ലായിരുന്നു. പക്ഷേ പ്രിയങ്ക... മക്കളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും പിടിവാശിക്കാരനാവാൻ ശ്രമിച്ചിട്ടില്ല. എന്നുവെച്ച് അതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നർത്ഥമില്ലേ. നമ്മൾ അവരുടെ നന്മ മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. ഏത് വഴിക്ക് അവിടെ എത്താൻ ശ്രമിച്ചാലും ഇത്ര ഉയരത്തിൽ അവിടെ എത്തും തോന്നുന്നില്ല. ശരിയല്ലേ? അതില്ല. പക്ഷേ അപ്പൊ പിന്നെ ഒരു പക്ഷയുടെ ആവശ്യമില്ല. നമുക്കിത് നടത്തണം. നമ്മുടെ മകളുടെ ഭാവിക്ക് വേണ്ടി ഇതിൽ കൂടുതൽ വലിയൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല. യശോദേ, എടോ, കണിമംഗലക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നു. ഭഗവാന്റെ അനുഗ്രഹം അല്ലാതെ മറ്റെന്താ? അപ്പൊ പിന്നെ അത് നടത്താനും കൂടിയുള്ള വഴി ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവില്ലേ? അതാ ഒരു സമാധാനം. പിന്നെന്താ, ഭഗവാൻ നമ്മളെ കൈവിടില്ല. കൈ പിടിച്ച് നടത്തേ ഉള്ളൂ. ധൈര്യമായിട്ടിരിക്കുക. ആ ബിജു, നീ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി. നമുക്ക് എമർജൻസി ആയിട്ട് ഒരു സ്ഥലം വരെ പോകണ്ട. എങ്ങോട്ടാ? പ്രിയങ്കയുടെ വീട്ടിലേക്ക്. അവിടേക്കോ? അതെന്താ എനിക്ക് പോയിക്കൂടെ? അല്ല, ഞാൻ പോയെന്താ കുഴപ്പം? ദേവനാരായണ തിരുമേനിയുടെ വീടാ. കല്യാണം കഴിയുന്നതിന് മുമ്പേ ചെറുക്കനെ അവര് വീട്ടിലേക്ക് കയറ്റില്ല. അതെ, നീ കൂടുതൽ ശാസ്ത്രം ഒന്നും പറയണ്ട. എനിക്കിപ്പോ പ്രിയങ്കയെ കണ്ടേ പറ്റും. ആ, പെട്ടെന്നാവട്ടെ. അല്ല, അച്ഛൻ ബാങ്കിൽ പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, അച്ഛൻ വണ്ടി എടുത്ത് പോയിക്കോളൂ, ഞാൻ പറഞ്ഞോളാം. അല്ല, അപ്പോഴും പ്രശ്നമുണ്ട്. ഓ, എന്താണോ നിന്റെ പ്രശ്നം? ഇന്ന് ഏട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമല്ലേ?
അതിന് ഞാൻ പോയില്ലെങ്കിൽ ശരിയാവൂല. ഓഫ്. എടാ ഏട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് 3 മണിക്കല്ലേ? അതിനു മുമ്പ് നമുക്ക് തിരിച്ചെത്താം. അല്ല, അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ. എടാ എന്താണ് നിന്റെ ഉദ്ദേശം? ഉം? നീ വന്നില്ലെങ്കിൽ ഞാൻ ആ വീട് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ നീ? ഞാൻ അവിടെ പോവുകയും ചെയ്യും, പറ്റുമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണ് കഴിക്കുകയും ചെയ്യും. അത് നടന്നു തന്നെ. എടാ അവളുടെ വീട്ടിൽ കയറ്റോ ഇല്ലയോ, കല്യാണത്തിന് മുമ്പ് അത് ശരിയാണോ അല്ലയോ, ഇതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പ്രിയങ്കയോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്യൂച്ചറൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. ആ ശരി, ഞാൻ വന്നേക്കാം. ആ എന്നാലേ പൊന്നുമ പോയി വേഗം റെഡിയായിട്ട് വാ. ചെല്ലു അയ്യോ, പോടാ. എടാ പോവാൻ. അച്ഛനോടും അമ്മയോടും പറയണോ നമ്മൾ അവിടേക്കാണ് പോണേന്ന്? എടാ നിന്നെ ഞാൻ നിന്റെ അമ്മൂമ്മയോട് പോയി പറ. അയ്യോ അമ്മേ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ചോദിക്കണം. എടാ നിന്നോട് കാറ് പ്രിയങ്കയുടെ വീട്ടിലേക്ക് വിടാനല്ല പറഞ്ഞത്, പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടു നിർത്തിയ? ഞാനൊരു കാര്യം പറയാം. അവരൊക്കെ ഒരുപാട് ആചാരങ്ങളുമായി ജീവിക്കുന്നവരാണ്. പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ട് കയറി ചെന്നാൽ അവർക്കങ്ങനെ പിടിക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ഒരു മുഷിച്ചിൽ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ കണക്കുകൂട്ടല് പ്രിയ ഈ അമ്പലത്തിനടുത്ത് എവിടെയെങ്കിലും തന്നെ കാണും. പിന്നെ എന്തിനാണ് നമ്മൾ ആ വീട്ടിൽ പോയി ബുദ്ധിമുട്ടുന്നത്? ആ എങ്കി വാ. കാണും. അതെ, ഈ പ്രിയങ്ക എന്ന് പറഞ്ഞൊരു കുട്ടി അമ്പലത്തിനകത്തുണ്ടോ? ഇല്ല. ഇല്ല. ഇല്ലേ? അവിടെ ഇല്ലേ? നിന്റെ പ്രവചനം ഫലിച്ചല്ലോ. എന്നെ കളിയാക്കണ്ട. എന്നാ പിന്നെ നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയി നോക്കിയാലോ? അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീ തന്നെ അനുഭവിക്കണം. അല്ലെങ്കിൽ വേണ്ട, നീ പറഞ്ഞ ശരിയാ. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അത് ശരിയാവില്ല. ആ നീ ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്നിട്ട് പ്രിയങ്കയും കൂട്ടി നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്ത് പറഞ്ഞില്ലും ചുമ്മാ തടി കേടാക്കാനായിട്ട്. എടാ ഒരു കള്ളത്തരം പറയാൻ നിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല നീ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ നിത്യേന എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ചൂട്ടുന്നത്. ആ കൂട്ടത്തിൽ ഒരെണ്ണം കാണിച്ചാൽ മതി. എന്നാലും ഞാനിതെങ്ങനെ? നീ പോകുന്നു, അത് ഞാൻ പോണോ? വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഈശ്വര, അവിടം വരെ എത്തിക്കാതെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആ പ്രിയങ്കയൊന്ന് കണ്ടുകിട്ടണേ ഭഗവാനെ. എന്തായാലും വരുന്നിടത്ത് വെച്ചോ. ഹലോ, ഇത് വഴി. ഓ അങ്ങോട്ടാണ്. മൊത്തം വഴി തെറ്റലാണല്ലോ. എന്തായി, നിങ്ങളവരെ കണ്ടോ? കണ്ടു. അവനിപ്പോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഡ്രൈവർ വേറെ എവിടേക്ക് പോകുന്നുണ്ട്. എങ്കിൽ ഇത് തന്നെയാ പറ്റിയ അവസരം. തീർത്തേക്കണം. അവൻ തീർന്നു എന്നുള്ള വാർത്തയാ കണിമംഗലത്ത് എത്തേണ്ടത്. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവനെ ഞങ്ങൾ തീർക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. അവന്റെ കാർ അവിടെ കിടപ്പുണ്ടോ? ഉണ്ട് സാറേ. ആ കാറിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആക്കണം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ വണ്ടിയിലേക്ക് കയറിയാൽ അതായിരിക്കണം അവന്റെ വിധി തീരുമാനിക്കുന്നത്.
അതൊക്കെ ഞങ്ങള് നേരത്തെ തീരുമാനിച്ച കാര്യം മുതലാളി. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചോളാം. കൃത്യം കഴിഞ്ഞാല് ഈ നാട്ടിൽ നിൽക്കരുത്. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പൊയ്ക്കോളണം. അവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ബഹളങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കണ്ടോളാം. പോരെ? ശരി. പറഞ്ഞു വിട്ട ആളിനെ സിമ്പിളാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എന്തും പറഞ്ഞാ വിളിക്കുക. വീട്ടുകാരറിഞ്ഞുകൊണ്ട് നടക്കില്ല. പെൺകുട്ടിയെ തനിച്ച് കണ്ട ഈസിയാണ്. ദൈവമേ, കുഴപ്പമൊന്നും വരുത്തരുതേ. അവളല്ലാതെ വേറെ ആരും ഇവിടെ ഉണ്ടാവരുതേ. എന്താവോ എന്തോ. എവിടെ പോയി കണ്ടുപിടിക്കാൻ? ആരാ? ദൈവമേ, പെട്ടു. ആരെയായി നോക്കുന്നത്? ഇങ്ങോട്ട് തന്നെ വന്നതാണോ? അതെ, ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ കാര്യം? അത് പിന്നെ കുറച്ച് വെള്ളം വേണം. അമ്പലത്തിനടുത്ത് വന്നപ്പോൾ കാറ് കേടായി. റേഡിയേറ്ററിൽ കുറച്ച് വെള്ളം ഒഴിക്കണം, അതാ വന്നത്. അമ്പലത്തിന് മുന്നേ തന്നെ പൈപ്പ് ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങായിരുന്നല്ലോ. അതെ, എനിക്ക് അവിടെ ഒന്നും പരിചയമില്ല. ഇവിടെ പരിചയമുണ്ടോ? പിന്നെ ക്ഷേത്ര പൂജാരി അറിയാതിരിക്കുവോ? ഞാൻ കണ്ടിട്ടുണ്ട്. ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? യശോദേ, അവിടുന്ന് ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇപ്പൊ കൊണ്ടുവരും. ഓ, അല്ല, കയറി ഇരിക്കുന്നുണ്ടോ? അയ്യോ വേണ്ട. തിരുമേനിയെ പോലെ വലിയൊരാളിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാനൊന്നും തോന്നില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല. കാണുന്നില്ല. പ്രിയങ്കയെ കണ്ടിരുന്നെങ്കിൽ കാര്യം പറഞ്ഞിട്ടങ്ങ് പോകായിരുന്നു. എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതെ, ഇതാ വെള്ളം. ഇതെന്തിനാ? കാറിലൊഴിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? അയ്യോ, അത് ഞാൻ പറഞ്ഞതാ. കാറ് കേടായി. എന്നാ ശരി, ഞാൻ പോട്ടെ. ദൈവമേ. ഏയ്, ഇതെവിടേക്കാ? ഓ, അതുവഴിയല്ല, ഇതുവഴിയാ പോണ്ടേ. ഓ, അതാണോ? മൊത്തം വഴി തെറ്റലാണല്ലോ. എന്താ ഒരു പരിഭ്രമം പോലെ? അത് ഞാൻ അങ്ങനെയാ. എന്തു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് പരിഭ്രമിക്കും. ഇപ്പോ കാറ് കേടായതിന്റെ പരിഭ്രമമാണ്. എന്നാ ശരി. എൻ്റെ അമ്മേ. എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ അല്ലേ? സത്യത്തിൽ കൈനീട്ടാനും വെള്ളം ചോദിക്കാനും വരുന്നവരെ ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഏതൊക്കെ തരക്കാരാന്ന് ആർക്കറിയാം?
നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? ആരാന്ന്?